ഇരകൾ ഇരകളാക്കപ്പെടുന്നത് ആരൊക്കെ എങ്ങനെ? 1985 പുറത്തിറങ്ങിയ ഒരു മലയാള ഭാഷ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് ഇരകൾ. KG ജോർജ് രചനയും സംവിധാനം നിർവഹിച്ച് നടൻ സുകുമാരൻ നിർമ്മിച്ച ഈ ചിത്രത്തിൽ KB ഗണേഷ് കുമാർ, തിലകൻ, സുകുമാരൻ, അശോകൻ, രാധ എന്നിവർ പ്രധാന വേഷങ്ങൾ അഭിനയിച്ചിരിക്കുന്നു. ആ വർഷത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിലെ മികച്ച രണ്ടാം ചിത്രത്തിനും മികച്ച കഥയ്ക്കുമുള്ള അവാർഡ് നേടിയ ഈ സിനിമ മലയാള സിനിമയിലെ ഒരു ക്ലാസിക് ചിത്രമായി കണക്കാക്കപ്പെടുന്നു. അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള അക്കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയാണ് ഈ സിനിമ പ്രമേയമായി അവതരിപ്പിച്ചത്. ഗണേഷ് കുമാറിന്റെയും തിലകന്റെയും കഥാപാത്രങ്ങൾ ഇന്ദിരാഗാന്ധിയെയാണ് പ്രതീകാത്മകമായി അവതരിപ്പിച്ചത്. കൂടത്തായി സൈനൈഡ് കൊലപാതക കേസും ചിത്രത്തിലെ കഥയും തമ്മിലുള്ള സാമ്യം പ്രശസ്ത ചലച്ചിത്ര നിരൂപകൻ KV വേണു ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജോർജിന്റെ മികച്ച സിനിമകളിലൊന്നായി ഇരകളെ കണക്കാക്കുന്നു. 4 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടിയ ഈ ചിത്രത്തിൽ മികച്ച രണ്ടാം നടിക്കുള്ള അവാർഡ് ശ്രീവിദ്യയും മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് തിലകനും നേടുകയുണ്ടായി. ഒരു റബ്ബർ എസ്റ്റേറ്റ് മുതലാളിയായ മാത്തുക്കുട്ടി തെറ്റായ മാർഗത്തിലൂടെ പോലീസുകാരുടെയും തൊഴിലാളി യൂണിയൻ നേതാക്കളുടെയും പിന്തുണയോടുകൂടി മദ്യവും കഞ്ചാവും ഉൾപ്പെടുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു. ബിസിനസ്സിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അയാളെ സഹായിക്കുന്ന മകൻ കോശിയും അദ്ദേഹത്തെ പോലെ തന്നെ ക്രൂരനും അക്രമാസക്തനുമാണ്. രണ്ടാമത്തെ മകനായ സണ്ണിയാകട്ടെ ഒരു തികഞ്ഞ മദ്യപാനിയും. പക്ഷേ പിതാവിന്റെ പേരിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. മാത്തുക്കുട്ടിയുടെ ഏക മകളായ ആനയ്ക്ക് തന്റെ ഭർത്താവിനോടോ കുട്ടിയോടോ താല്പര്യമില്ല. അവളുടെ തെറ്റായ ജീവിതശൈലിയിൽ അവളുടെ ഭർത്താവ് ആൻഡ്രൂസ് അസംതൃപ്തനാണ്. തന്റെ ജോലിക്കാരനുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടായിട്ടും അത് ഭർത്താവിന്റെ സംശയം കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞ് ആനി അവളുടെ വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. മാത്തുക്കുട്ടിയുടെ ഇളയ മകൻ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഒരിക്കൽ കൊലപാതകത്തെക്കുറിച്ചും രക്തം വാർന്നൊഴുകുന്നതിനെക്കുറിച്ചും അവൻ സ്വപ്നം കാണുകയുണ്ടായി. ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ റാഗ് ചെയ്യുന്നതിനിടയിലാണ് അവന്റെ സാമൂഹിക വിരുദ്ധ പെരുമാറ്റങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ പുറത്തു കാണുന്നത്. പിന്നീട് ആ വിദ്യാർത്ഥിയെ ഇലക്ട്രിക് വയർ വെച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ആ വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ സംഭവം ഒരു വാർത്തയിലൂടെയാണ് ബേബിയുടെ കുടുംബം പറയുന്നത്. ആ വിദ്യാർത്ഥിയെ കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന ഇലക്ട്രിക് വയർ ബേബി എപ്പോഴും തന്നെ ബാഗിൽ സൂക്ഷിക്കുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ യാതൊരു ലക്ഷണം കാണിക്കാത്ത ബേബി കഞ്ചാവിനടിമയാണ്. ആനയുടെ രഹസ്യബദ്ധം ശ്രദ്ധയിൽപ്പെട്ട ബേബി അവനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയും അവർ കണ്ടുമുട്ടുന്ന ഷെഡിൽ വെച്ച് തന്നെ അവനെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുകയും ചെയ്യുന്നു. ആ കൊലപാതകം ആത്മഹത്യ എന്ന് സ്ഥാപിക്കാൻ ബേബി ആ മൃതദേഹത്തെ തൂക്കിലേറ്റുന്നു. തുടർന്ന് അക്രമാസക്തമായ സ്വപ്നങ്ങളാണ് ബേബി കാണുന്നത്. മാത്രമല്ല തന്റെ സഹോദരിയായ ആനിയെ ഇലക്ട്രിക് വയറും തോക്കും ഉപയോഗിച്ച് കൊല്ലുന്നതായി അവൻ സങ്കല്പിക്കുന്നു. ദരിദ്ര കുടുംബത്തിലെ ഒരു ഗ്രാമീണ പെൺകുട്ടിയായ നിർമ്മലയുമായി ബേബി ഇഷ്ടത്തിലാണ്. പക്ഷെ അവർ തമ്മിലുള്ള ജാതിവർഗ വേർതിരിവ് അവൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രാദേശിക കടയുടമയായ ഒരു ബാലനുമായി അവൾ കല്യാണ നിശ്ചയം നടത്തുന്നു. മാത്രമല്ല ബേബിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ബേബി താൻ സൂക്ഷിച്ച ഇലക്ട്രിക് വയർ കൊണ്ട് ബാലനെ അയാളുടെ കടയിൽ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു. അതും ഒരു കവർച്ചയെന്ന് തോന്നിപ്പിക്കും വിധം കടയിലെ പണം എടുത്തതോടുകൂടി ആ കൊലപാതകം പരിഹരിക്കപ്പെടാതെ പോകുന്നു. ബാലന്റെ മരണത്തിനു പിന്നിൽ ബേബിയാണെന്ന് നിർമ്മല വിശ്വസിച്ചിരുന്നു. ബേബിയുടെ സുഹൃത്തായിരുന്ന രാഘവനുമായി നിർമ്മലയുടെ അമ്മ അവളുടെ കല്യാണം ഉറപ്പിച്ചു. അതോടുകൂടി ബേബി രാഘവനെയും കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത്തവണ പരാജയപ്പെടുന്നു. ബേബിയെ സാഹസികമായി കീഴ്പ്പെടുത്തിയ രാഘവൻ ബേബിയെ പറ്റി പോലീസിൽ പറഞ്ഞു കൊടുക്കുന്നു. തന്നെ എതിർക്കുന്നു എന്ന് ആരോപിച്ച് അച്ഛനും സഹോദരനുമെതിരെ ബേബി വെടിയുതിർക്കുന്നു. സംഘർഷം തുടരുന്നതിനിടയിൽ മാത്തുക്കുട്ടിയുടെ റൈഫിൾ ഉപയോഗിച്ച് ബേബിയെ വെടിവെച്ച് കൊല്ലുന്നു. പണമുണ്ടാക്കാനുള്ള ആർത്തിയിൽ തന്റെ കുടുംബത്തിന്റെ കെട്ടുറപ്പ് തകർന്നു പോകുന്നത് നിസ്സഹായനായി ഒരു കുടുംബത്തിലെ മുതിർന്ന അംഗം നോക്കി നിൽക്കുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. വിവേകം നഷ്ടപ്പെട്ടവർ പണം സമ്പാദിക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്ന വഴികൾ അവർക്ക് ചുറ്റുമുള്ളവരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഈ സിനിമയിൽ കൃത്യമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. മൂലിച്ചൂൽ സംഭവിച്ച ഒരു കുടുംബം തകരുന്നത് വ്യക്തികളെ ബാധിക്കുന്നത് വളരെ ദുരന്തപരമായിരിക്കും. ഇതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ മൂവിയാണ്. കുറ്റകൃത്യം ചെയ്യാനുള്ള മനുഷ്യന്റെ പ്രേരണയെയും ഒരുവനെ കുറ്റവാളിയാക്കാനുള്ള സാഹചര്യങ്ങളെ പറ്റിയുമാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ കുറ്റവാളിയാക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആ സാഹചര്യങ്ങളെ പറ്റിയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നതും. ഇവിടെ മനുഷ്യരെ കുറ്റകൃത്യത്തിന് ഇരയാക്കുന്നത് നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രതികാരം ചെയ്യണമെന്ന ബേബിയുടെ ഉറച്ച തീരുമാനത്തോട് ആരോട് എന്ന് രാഘവൻ ചോദിക്കുന്നുണ്ട്. ആരോടെങ്കിലും ഒക്കെ എന്നാണ് ബേബിയുടെ മറുപടി. ബ്ലാക്ക് ഹ്യൂമർ ഗണത്തിൽപ്പെടുത്താവുന്ന ഈ മറുപടിയിൽ അയാളുടെ മാനസികാവസ്ഥയെ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. പൂർവികർ സമ്പാദിച്ച സ്വത്തിൽ മക്കൾ അലസന്മാരാവുകയും അധികാരവും പണവും സ്വപ്രയത്നം കൊണ്ട് നേടിയതല്ലെങ്കിൽ ഇവ സമൂഹത്തിന് വിനയാകുമെന്നും സംവിധായകൻ പറഞ്ഞു വെക്കുന്നു. ഈ സിനിമയിലെ കഥാപാത്രമായ ബേബി ഒരു സൈക്കോ ആയതിൽ അയാളുടെ കുടുംബത്തിനും പങ്കുണ്ട്. അത്രമേൽ അധപ്പതിച്ച കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. MB ശ്രീനിവാസനാണ് ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഗീതം ഈ സിനിമയെ ആസ്വാദന തലത്തിൽ മികച്ചതാക്കുന്നു. MN അപ്പു എഡിറ്റിംഗ് നിർവഹിച്ച ഈ സിനിമയ്ക്ക് ഛായാഗ്രഹണം നിർവഹിച്ചത് വേണുവാണ്. ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡ്
വലിയൊരു മത്സരത്തിനൊടുവിലാണ് തിലകന് നഷ്ടമായത്. ശ്രീവിദ്യയുടെ അഭിനയവും പരാമർശിക്കേണ്ടതുണ്ട്. വളരെ അനായാസമായിട്ടാണ് ആനി എന്ന കഥാപാത്രത്തിലേക്ക് അവർ മാറിയത്. ഗണേഷ് കുമാറിന്റെ മികച്ച ഒരു കഥാപാത്രം തന്നെയായിരുന്നു ബേബി. 2016 ഈ സിനിമയുടെ തിരക്കഥ എഴുതിയ ജോർജിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചു. ഈ അവാർഡിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ തിരക്കഥ അവാർഡിനായി തിരഞ്ഞെടുക്കുന്നത്. 2019 നമ്മളേവരെയും ഞെട്ടിച്ച കൂടത്തായ് കൊലക്കേസിലടക്കം 1985 പുറത്തിറങ്ങിയ ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്തും ഈ സിനിമ വളരെ പ്രസക്തമാണ്.